നമസ്കാരം. രാവണോത്ഭവം കഥകളിയുടെ വിവരണത്തിൻ്റെ 3-ാം ഭാഗം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രധാനമായും കണ്ടത് തപസാട്ടം എന്ന ഉത്ഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കപ്ലിങ്ങാട് നമ്പൂതിരി കൊച്ചി രാജാവായ വീരകേരളവർമ്മയുടെ അഭിപ്രായപ്രകാരം, അതായത് ഉത്ഭവം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച് കണ്ടതിന് ശേഷം ഇനി ഇതിലെന്ത് കൂട്ടിച്ചേർക്കാം എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കപ്ലിങ്ങാട് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരും അദ്ദേഹവുമെല്ലാം ചേർന്ന് കൂട്ടിച്ചേർത്ത തപസാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. എങ്ങനെയാണ് അത് കൂടിയാട്ടത്തിൻ്റെ നിർവഹണം എന്ന സങ്കേതത്തിൻ്റെ സ്വഭാവം കഥകളിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ രാവണൻ ഇരുന്ന് ആലോചിക്കുന്നതായിട്ട് ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു അവതരണമാക്കി മാറ്റിയത് എന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ എന്താണ് തപസാട്ടത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലോകേശാത്ത വരപ്രതാപ ബലവാൻ എന്ന ശ്ലോകം കഴിഞ്ഞിട്ട് ലോകേശനിൽ നിന്ന് വരങ്ങളെല്ലാം നേടി അതിപ്രതാപവാനും ബലവാനുമായി മാറിക്കഴിഞ്ഞ രാവണൻ തൻ്റെ അനുജന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്ന് ആണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. വരങ്ങൾ നേടിക്കഴിഞ്ഞ ആ വീരഭാവത്തിൽ, ആ അതിപ്രതാപവാനായിരിക്കുന്ന ഭാവത്തിലാണ് രാവണൻ അപ്പോഴുള്ളത്. അതിൻ്റെ സഹോദരന്മാർ എന്തൊക്കെ വരങ്ങളാണ് നേടിയത് എന്ന് ചോദിക്കാൻ പോകുന്ന ഒരു രംഗമാണിത്. അങ്ങനെ ഈ ശ്ലോകം കഴിഞ്ഞ് രാവണൻ്റെ തിരനോക്കാണ്. ഇതിന് ശേഷം വരുന്നത് ഒരു പതിഞ്ഞ പദം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പതിഞ്ഞ കാലത്തിൽ, സാധാരണ നമ്മൾ കത്തിവേഷത്തിൻ്റെ ആദ്യത്തെ പദം മിക്കവാറും പതിഞ്ഞ ശൃംഗാരപദമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പുള്ള തിരനോക്ക് പതിഞ്ഞ കാലത്തിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ തിരനോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പതിഞ്ഞ പദമല്ല, ഒരു ഇടക്കാല പദമായതുകൊണ്ട് തന്നെ ഇടമട്ടിലുള്ള അല്ലെങ്കിൽ ഇടക്കാലത്തിലുള്ള തിരനോക്കാണ് രാവണൻ ഇവിടെ നിബന്ധനം ചെയ്തിരിക്കുന്നത്. ആലവട്ടവും മേലാപ്പും പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ തിരനോക്കും. മുമ്പൊക്കെ ഇടമട്ട് തിരനോക്കിന് ആലവട്ടം മേലാപ്പും പിടിക്കില്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത് പിടിച്ചുകൊണ്ട് തന്നെയാണ് തിരനോക്ക് നടത്തുന്നത്. തീർച്ചയായിട്ടും ഉത്ഭവം രാവണന് ആലവട്ടവും മേലാപ്പും പിടിക്കുന്നത് ഒരു തെറ്റുമല്ല. കാരണം ആദ്യാവസാന രാവണന്മാർ, പഞ്ചരാവണന്മാരിൽ ഒരാളാണ്, ആദ്യാവസാന വേഷവുമാണ്. അത്യന്തം വീരരസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് രാവണൻ്റെ തിരനോക്ക്. അതിന് കാരണം നമ്മൾ നേരത്തെ കണ്ട ശ്ലോകാന്തം സ്ഥായി എന്നാണ് പറയുന്നത്. അതായത് ശ്ലോകത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ശ്ലോകത്തിൽ എന്താണോ പറയുന്നത് അതായിരിക്കണം കഥാപാത്രത്തിൻ്റെ സ്ഥായി എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ വീരനായിട്ട് പ്രതാപവാനും ബലവാനുമായിട്ടിരിക്കുന്ന, വരം നേടിയിരിക്കുന്ന രാവണനായതുകൊണ്ട് തന്നെ എല്ലാ നോക്കുകളും ഏതാണ്ട് വീരത്തിലും അല്പം അഹങ്കാരം കൂടി കലർത്തിയിട്ടുള്ള വീരമാണ് രാവണൻ്റെ തിരനോക്കിൻ്റെ സ്ഥായി. അങ്ങനെ തിരനോക്കി കഴിഞ്ഞതിന് ശേഷം രാവണൻ പീഠത്തിലിരുന്നു കൊണ്ട് വീണ്ടും തിര താഴ്ത്തുന്നതാണ്. സാധാരണ തിരനോക്കിക്കഴിഞ്ഞ് തിരശീല മാറ്റുകയാണ്. അതിന് പകരം അവിടെ നിന്ന് തിരശീല പതിയെ പിടിച്ച് ഇങ്ങനെ വീണ്ടും താഴ്ത്തിയതിന് ശേഷം ചില ഒരു ചടങ്ങുണ്ട്. ഈ ഉത്ഭവം രാവണൻ്റെ അവതരണം എന്ന് പറഞ്ഞാൽ ആ ആശയമല്ല പ്രധാനം, അവതരണമാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ അവതരണത്തിൽ കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടാണ് ഇത്തവണ ഈ ഉത്ഭവം രാവണൻ്റെ തപസാട്ടത്തെക്കുറിച്ചിട്ടുള്ള വിവരണം നൽകുന്നത്.
അത് കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാമെങ്കിലും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞു തന്നെ പോകണം. അപ്പോൾ ഈ തിരശ്ശീല താഴ്ത്തി കഴിഞ്ഞാൽ പീഠത്തിലിരുന്നു കൊണ്ട് കല്ലുവഴി സമ്പ്രദായത്തിലാണെങ്കിൽ ചുവന്ന ഉത്തരീയം, കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ, തകഴൻ സമ്പ്രദായത്തിലാണെങ്കിൽ വെള്ള ഉത്തരീയമാണ് ഉപയോഗിക്കുന്നത്. ഉത്തരീയം വീശുക എന്നുള്ള ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. അത് ഉത്തരീയം 2 കൈയിലും പിടിച്ച് തിരുനോക്കിൻ്റെ അവസാനം ചെയ്യുന്നത് പോലെ മുമ്പിലേക്കും പിന്നെ പുറകിലേക്കും പിന്നെ ഈ കൈ മുമ്പിലേക്കും അങ്ങനെ അത് കൂർപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു കൈയിലെ ഉത്തരീയം മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ പിടിച്ച് അവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരലർച്ച, പിന്നീട് മറ്റേ കൈയിലെ ഉത്തരീയം മുകളിലേക്ക് പിടിച്ച് അതിനെ സമമാക്കി നിർത്തിക്കൊണ്ട് ഒരു അലർച്ചയും കൊണ്ട് വളരെ അമർത്തിയുള്ള ഒരു വീരം മുഴുവൻ കാണിക്കുന്ന രീതിയിലുള്ള ഒരു അലർച്ച ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് 2 ഉത്തരീയവും പിടിച്ച് നിർത്തിയിട്ട് ഉത്തരീയം പതിയെ ഇളക്കിക്കൊണ്ട് താഴേക്ക് കൊണ്ടുവന്ന് താഴെ എത്തി വീണ്ടും ഉത്തരീയം മുകളിലേക്ക് കൊണ്ടുപോയി ഒന്നുകൂടി താഴേക്ക് കൊണ്ടുവന്ന് മൂന്നാമതൊരിക്കൽ കൂടി ഉത്തരീയം മുകളിലേക്ക് കൊണ്ടുപോയി താഴെ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ ഇത് ഇട്ട് ഇരിക്കുന്നതോടുകൂടി താളം ത്രിപുട 1-ാം കാലത്തിലേക്ക് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രധാനമായും ഈ തപസാട്ടത്തിൽ ഏതാണ്ട് മുഴുവനായും തന്നെ ത്രിപുട എന്ന് പറയുന്ന താളമാണ് ഉപയോഗിക്കുന്നത്. ത്രിപുടയുടെ പല കാലങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അവസാനം എത്തുമ്പോൾ ചെമ്പടയിലേക്കും അടന്തവട്ടത്തിലേക്കും വീണ്ടും ചെമ്പടയിലേക്കും മാറുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഒരു കാലത്തേക്ക് മാത്രമാണ്. ഇത് പറയാൻ കാരണം, ഇത് താളത്തിൻ്റെ കാര്യം പറയാൻ കാരണം, ഈ താളത്തിൻ്റെ ഒരു ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ ഉത്ഭവം തപസാട്ടം മുഴുവൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഘടന അല്പമൊന്ന് മനസ്സിലാക്കി, ഒരുപാട് വേണ്ട, അല്പമൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അത്യാവശ്യമാണ്. ത്രിപുട പതിഞ്ഞ കാലം എന്ന് പറയുന്നത് 3 ഖണ്ഡങ്ങളായിട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നാടൻ്റെയൊക്കെ 3 ഖണ്ഡങ്ങളായി തിരിഞ്ഞ് നിൽക്കുന്ന പോലെ അത് 5 അടി 1 എട, 3 അടി 1 എട, 3 അടി 1 എട, ഇങ്ങനെ മൊത്തം 14 മാത്രയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അത് വെച്ചുകൊണ്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. അതായത് ത ത ത ത ധീം ത ത ധീം ത ത ധീം, ഇങ്ങനെ 3 ഖണ്ഡങ്ങളായിട്ട്. ആദ്യത്തെ ത ത ത ത ധീം, രണ്ടാമത്തേത് ത ത ധീം ത ത ധീം, ഇങ്ങനെ 3 ഖണ്ഡങ്ങളായിട്ടാണ് അത് മുറിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ മിക്കവാറും മുദ്രകൾ തീരുന്നതൊക്കെ ഇതിൽ ഓരോ ഖണ്ഡത്തിൻ്റെയും അവസാനമായിട്ടായിരിക്കും. അതായത് 6-ാമത്തെ മാത്രയിൽ, 10-ാമത്തെ മാത്രയിൽ, 14-ാമത്തെ മാത്രയിൽ, അങ്ങനെയായിരിക്കും മിക്കപ്പോഴും മുദ്രകൾ തീരുന്നത്. അതുകൂടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ബേസായിട്ട് ഈ ത ത ത ത ധീം ത ത ധീം ത ത ധീം എന്നുള്ള ഈ ഒരു സ്ട്രക്ചർ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അവതരണത്തിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഈ ത്രിപുട അവിടെ ആ ഉത്തരീയം വീണ്ടും 3-ാമത്തെ തവണ താഴേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇരുന്ന് ഒന്ന് ഒലയുന്നതോടുകൂടി ഈ ത്രിപുട 1-ാം കാലത്തിലേക്ക് താളം മാറും. അവിടെ അങ്ങനെ മാറിക്കഴിഞ്ഞതിന് ശേഷം പീഠത്തിൽ നിന്ന് അപ്പോഴേക്കും തിരശ്ശീല മാറ്റി രാവണൻ എഴുന്നേറ്റ് സഭാവന്ദനം 2 വശത്തേക്കും തൊഴുതുകൊണ്ട് സഭാവന്ദനം ചെയ്ത് പുറകിലേക്ക് മാറി ഇടതുകാലെടുത്ത് പീഠത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതിന് കാരണമെന്ത്
എന്നൊരു ആട്ടമാണ് തുടങ്ങുന്നത്. സാധാരണ തൻ്റേടാട്ടങ്ങളുടെ ഒരു പതിവ് സ്ട്രക്ചറാണത്. ഞാൻ നേരത്തെ പറഞ്ഞ് കൂടിയാട്ടത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഒരു 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 ഛായയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചിരിക്കുന്നു, അതിന് കാരണമെന്ത് എന്നിങ്ങനെ കാരണം ആലോചിച്ച് പുറകിലേക്ക് പോയി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണം ആടി അതിനെ കഥയിലേക്ക് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പം ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് രാവണൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണൻ തപസ് ചെയ്യാൻ പോകുമ്പോഴുള്ള വീരത്തിൻ്റെ അവസ്ഥയല്ല തപസ് ചെയ്തതെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ആ നേടി നിൽക്കുന്ന വീരത്തിൻ്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ഈ ആട്ടം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിട്ട ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതിന് കാരണമെന്ത്? ഞാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ലോകം മുഴുവൻ ജയിക്കുവാനുള്ള വരങ്ങൾ നേടി, അതാണ് എനിക്ക് സുഖം ഭവിക്കുവാൻ കാരണം എന്ന് ആടിയിട്ട് വീണ്ടും പീഠത്തിൽ വന്നിരിക്കും. ഇപ്പം ഈ പീഠം ഈ ഒരു അവതരണത്തിൽ വലിയൊരു ഘടകമാണ്. കാരണം നടുക്കാണ് നമ്മൾ ഈ പീഠം ഇടുന്നത്. ഈ പീഠത്തിന് ചുറ്റുമായിട്ടാണ് എപ്പോഴും ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ രാവണൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് വലതുവശത്തു കൂടി പുറകിലേക്ക് വന്ന് ഇടതുവശത്തു കൂടി മുമ്പിലേക്ക് കയറുന്ന ഒരു രീതിയിലാണ് എപ്പോഴും ചലനങ്ങൾ, കൂടുതലും ചലനങ്ങൾ ചിട്ടപ്പെടുത്തി. അപ്പോൾ രാവണനെ മേളത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടും താളത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടും ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക മൂവ് ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടക്കൂടിനകത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഉത്ഭവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും, ഇതിന് ചുറ്റുമാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും മുമ്പിലേക്ക് വന്ന് പീഠത്തിലിരുന്ന് ഉത്തരീയം വീശിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ആലോചിക്കുന്നു, എന്നാൽ ഞാൻ ഈ വരങ്ങൾ ബ്രഹ്മാവിനോട് യാചിച്ച് മേടിച്ചതല്ല. ആ രാവണൻ്റെ അഹങ്കാരത്തിൻ്റെ പാരമ്യം നോക്കുക. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടേ നമുക്ക് പഴയ കാര്യങ്ങൾ വീരസ്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വരങ്ങൾ ബ്രഹ്മാവിനോട് യാചിച്ച് മേടിച്ചതല്ല, പിന്നെയോ പിടിച്ച് മേടിച്ചതാണ്. വെക്ക് എന്ന് പറഞ്ഞ് അവിടെ ആ അവതരണത്തിൽ ഇതുപോലെ തന്നെ ആദ്യം കണ്ണുകൊണ്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുകൊണ്ട് വെക്ക് അതിനുശേഷം വെക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു മേടിച്ചതാണ്, തപസ് ചെയ്ത് പിടിച്ചു മേടിച്ചതാണ്. വീണ്ടും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പീഠത്തിൽ വന്നിരുന്ന് ഉത്തരീയം വീശി, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുവാനുള്ള കാരണമെന്ത്, ഞാൻ തപസ് ചെയ്യുവാനുള്ള കാരണമെന്ത് എന്നാലോചിച്ച് തൻ്റെ പൂർവ്വകഥയിലേക്ക് തൊട്ട് മുമ്പത്തെ 3 രംഗങ്ങളിൽ പദങ്ങളായി എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ രാവണൻ താൻ ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ത്രിപുട 1-ാം കാലം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ ധീം 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 ഇത് എപ്പോഴും മനസ്സിൻ്റെ പുറകിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഇത് ഈ ചെയ്യുന്ന മുഴുവനും അതിനകത്തേക്കാണ്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഇന്ന ഡയലോഗിൻ്റെ രീതിയിൽ ഇത് വായിച്ചു നോക്കുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു കാലപ്രമാണത്തിൻ്റെയും ഘടനയുടെയും പശ്ചാത്തലത്തിൽ വേണം ഈ ആട്ടത്തിനെ മുഴുവൻ നമ്മൾ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ തപസ് ചെയ്യാൻ കാരണമെന്ത്? ഒരിക്കൽ ഞാനും അമ്മയും സഹോദരങ്ങളും കൂടി മധുവനത്തിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ആദിത്യരശ്മികളേറ്റ് ഞാൻ തളർന്നുപോയി. അങ്ങനെ തളർന്ന ഞാൻ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അമ്മയാകട്ടെ, ഇവിടെയാണ് കൂടിയാട്ടത്തിലും കഥകളിയിലുമൊക്കെ വളരെ പ്രാധാന്യത്തോട് ഉപയോഗിക്കുന്ന മറ്റൊരു സങ്കേതത്തെ നമ്മൾ പരിചയപ്പെടേണ്ടതാണ്, പകർന്നാട്ടം.
നമ്മൾ ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയകാലം ആലോചിക്കുന്ന ഇവിടെ പകർന്നാട്ടം, അതായത് ഒരു കഥാപാത്രമായി നിന്നുകൊണ്ട് മറ്റൊരു കഥാപാത്രമായിട്ട് പകർന്നാടുക. രാവണൻ്റെ വേഷത്തിൽ നിന്നുകൊണ്ട് അപ്പോളാകട്ടെ അമ്മ എന്ന് പറഞ്ഞ് പിന്നീട് കൈകസി അഭിനയിക്കുന്നതായിട്ട് അഭിനയിക്കുക. അതാണ് പകർന്നാട്ടം എന്ന് പറയുന്നത്. കേട്ടാട്ടം എന്ന് പറഞ്ഞ് വേറൊരു ഇതുകൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നതായിട്ട്, എന്ത് അങ്ങനെയോ, അത് ഇതിൽ തന്നെ വരുന്നുണ്ട്, അപ്പോഴേ പറയാം. അപ്പം ഇവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ അമ്മ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് കൈകസിയായിട്ട് മാറും. അങ്ങനെ പീഠത്തിലിരുന്നു കൊണ്ട് കൈകസിയായിട്ടിരുന്ന് കുട്ടിയായ രാവണനെ എടുത്ത് മടിയിലേക്ക് വെച്ച് ഇവൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്നു, ഇവനെ എനിക്ക് ലഭിച്ചത് എൻ്റെ ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞ് കുട്ടിയെ തലയൊക്കെ ഇങ്ങനെ തടവി. അപ്പോൾ കൈകസിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റ്സ് എല്ലാം ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടിയാണ് ആ രാവണൻ അത് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു രാവണനല്ല, കൈകസിയാണ് അവിടെ നമ്മുടെ മുമ്പിൽ കത്തിവേഷത്തിലാണെങ്കിലും ഇരിക്കുന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കി പുരികമൊക്കെ ഇങ്ങനെ തടവിക്കൊടുത്ത് കൈയും കാലുമൊക്കെ ഇങ്ങനെ ഞെക്കി ഉറങ്ങുന്നതായിട്ട് കണ്ട് കൈകസി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇടതുവശത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. കഥകളിയിൽ ചില പ്രത്യേകത ഉണ്ട്. ഇടതുവശത്താണ് ശബ്ദം കേൾക്കുന്നതെങ്കിലും വലതുവശത്ത് കേൾക്കുന്നതായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം ഒരു വിമാനത്തിൻ്റെ ഇരമ്പലാണ് കേൾക്കുന്നത്. അപ്പോൾ ആ മേളത്തിൽ ആ വിമാനത്തിൻ്റെ ഇരമ്പൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത്, ഒരു വിമാനം വളരെ ദൂരം നിന്ന് അടുത്തേക്ക് വരുന്ന ഒരു രീതി ഈ മേളത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അതുകൂടി ആ മേളം കൂടി ശ്രദ്ധിക്കണം. ആ മേളത്തിൽ അവിടെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ശബ്ദം മേളത്തിൽ ഇങ്ങനെ ആ ഒരു വിമാനത്തിൻ്റെ ശബ്ദം കേട്ട് തുടങ്ങുന്നു. കൈകസി ആലോചിച്ചിട്ട് മുഖം കൊണ്ട്, ആദ്യത്തെ തവണ മുഖം കൊണ്ടാണ്. അത് ഒരു കഥകളിയുടെ ഒരു സ്ട്രക്ചറാണ്. 3 തവണയായിട്ടാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദ വർണ്ണന 3 തവണയായിട്ടാണ്. നരകാസുരത്തിലൊക്കെ ഈ ശബ്ദവർണ്ണന ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇരുന്ന് മകനെ ഇങ്ങനെ തടവി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ടതായിട്ട് കണ്ണുകൊണ്ടിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഒരു ശബ്ദം കേൾക്കുന്നു. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്കെന്ത് എന്നുള്ളത് മുഖം കൊണ്ട് മാത്രം, മുദ്രയൊന്നുമില്ലാതെ കാണിച്ച് വീണ്ടും കുട്ടിയെ തടവിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും ആ ശബ്ദം കുറച്ചുകൂടി അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ശബ്ദം ഉയർന്നു വരുന്നു. ആ ഉയർന്നു വരുന്ന ശബ്ദം കേട്ടിട്ട് ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ശബ്ദം കേൾക്കുന്നു, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്കെന്ത് എന്ന് കാണിച്ച്, ഇത് ഒരു കൈ കൊണ്ടാണ്, മറ്റേ കയ്യിൽ കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്ത് എന്ന് കാണിച്ച് വീണ്ടും കുട്ടിയെ ലാളിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായും ഈ ശബ്ദം വളരെ അപ്പോഴേക്ക് ശബ്ദം വളരെ ഇതായിരുന്നു. തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അത് എന്ത് എന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മൂന്നാമതും ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ ശബ്ദം ഒട്ടും നിസാരമല്ല, എന്താണെന്ന് ശ്രദ്ധിക്കുക തന്നെ എന്ന് നോക്കി ആ ഇടത് ഭാഗത്ത് കോണിലേക്ക് നോക്കി അങ്ങനെ ആ വിമാനം ഇങ്ങനെ വരുന്നത് കണ്ണുകൊണ്ട് മാത്രം നോക്കുന്നു. അത് മേളം പുറകിൽ ഇങ്ങനെ ഈ വിമാനം അടുത്തടുത്ത് വരുന്നതിൻ്റെ ആ എഫക്റ്റ് മേളത്തിലൂടെ സൃഷ്ടിച്ച് ഇങ്ങനെ നേരെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഈ അത്യാഡംബരത്തോടുകൂടി വരുന്നത് ആര് എന്ന്, ഇതെല്ലാം ഒരു കൈ കൊണ്ടാണ് മുദ്ര, മറ്റേ കയ്യിൽ കുട്ടിയിരിക്കുകയാണ്. ആര്? വൈശ്രവണൻ തന്നെ. ഇവൻ്റെ അച്ഛനും എൻ്റെ ഈ മകൻ്റെ അച്ഛനും ഒന്ന് തന്നെയാണ്. എന്നാൽ അവൻ എത്ര യോഗ്യൻ, ഇവൻ എത്ര നിസാരൻ എന്ന് പറഞ്ഞ് ഈ വൈശ്രവണനെ നോക്കി ഈർഷയോടുകൂടിയും, അതിപ്പോൾ ഈ കൈ ഇങ്ങനെ ഇളക്കിയാണ് ഇവൻ എന്ന് കാണിക്കുന്നത്. ഇവിടെ ആ മകനെ നോക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് ആ ഒരു വ്യത്യാസമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവൻ എത്ര യോഗ്യൻ, എന്നാൽ എൻ്റെ മകനോ എത്ര നിസാരൻ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നാലോചിച്ച് വീണ്ടും ഈ
വൈശ്രവണൻ ഇങ്ങനെ പോകുന്നത്, ശബ്ദമകന്നകന്നകന്നകന്ന് പോകുന്നത് കൈകസിയായിരിക്കുന്ന രാവണൻ, കൈകസിയായി പകർന്നു നടന്ന രാവണൻ അഭിനയിച്ച് വൈശ്രവണൻ മറഞ്ഞു എന്ന് പറയുമ്പോൾ ആ സമയത്തേക്ക് കൈകസിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീഴുന്നു. അവിടെ വീണ്ടും തിരിച്ച് രാവണനായിട്ട് മാറും. അപ്പോൾ ഞാൻ രാവണനായിട്ട് കിടക്കുന്നതായപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് രാവണനായി കിടക്കുന്നതായി കാണിച്ച് പിന്നീട് രാവണനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കിടക്കുന്നു. എന്തോ ദേഹത്ത് വീഴുന്നത് ശ്രദ്ധിച്ചിട്ട് ആദ്യം ഒന്ന് കണ്ണ് വെറുതെ തുറന്ന് അമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കി കണ്ണടച്ച് വീണ്ടും ഉറങ്ങുന്നു. രണ്ടാമത് വീണ്ടും ഒന്ന് ഉണർന്ന് ഒന്ന് വാ തുറക്കാതെ തന്നെ ആ കോട്ടുവായിടുന്ന ഒരു ഭാവം കാണിച്ച് ഒന്ന് ഞെളിഞ്ഞ് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി നമ്മളൊരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ആ ഒരു ഇതൊക്കെ കാണിച്ചിട്ട് വീണ്ടും അമ്മയുടെ മടിയിലേക്ക് കിടന്നുറങ്ങുന്നു. മൂന്നാമത് വീണ്ടും തൻ്റെ ദേഹത്ത് ജലം വീഴുന്നതായിട്ട് കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അമ്മ കരയുകയാണോ, എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് ചോദിക്കുന്നു. അവിടെ പിന്നെ കൈകസിയായി പകർന്നാടുന്നില്ല, പകരം കൈകസി പറയുന്നത് കേൾക്കുന്നതായിട്ട്, അത് കേട്ടാടുക എന്നുള്ള ഒരു സങ്കേതം കഥകളിലുണ്ട്. അത് ഇങ്ങനെ കേൾക്കുന്നതായിട്ട് കാണിച്ചിട്ട് ലഘുമുദ്രയിലൂടെ അങ്ങനെയോ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വൈശ്രവണൻ അതിപ്രതാപത്തോടുകൂടി ഇതുവഴി കടന്നുപോയി എന്നോ, അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞത് കേൾക്കുന്നതായി കാണിച്ചിട്ട് അവന് ശപ്പനായ അവനെയും ഈ യോഗ്യനായ എന്നെയും തമ്മിലാണോ അമ്മ താരതമ്യം ചെയ്യുന്നത്? ആട്ടെ, അവനെ തോൽപ്പിച്ച് പിടിച്ചു കെട്ടി അമ്മയുടെ കാൽക്കൽ കൊണ്ടിട്ട് തരാം, അതുപോരെ എന്ന് ചോദിച്ച് അതിനായി ഞാൻ തപസ്സിനായി പോകുന്നു എന്ന് പറഞ്ഞ് അമ്മയെ യാത്രയാക്കുന്നതോടുകൂടി ഈ ത്രിപുടയുടെ കാലം കയറുന്നു, അടുത്ത കാലത്തിലേക്ക് കയറുന്നു. അങ്ങനെ അമ്മയെ ഇങ്ങനെ യാത്രയാക്കി ഒന്ന് തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും രണ്ടാം കാലത്തിലേക്ക്, ത്രിപുടയുടെ രണ്ടാം കാലത്തിലേക്ക് ഇതേ തന്നെ തത്തധീം എന്നുള്ളത് തന്നെ കുറച്ചുകൂടി സ്പീഡ് കൂടിയിട്ട് കാലം കയറിയിട്ട് അപ്പോൾ അടുത്ത രണ്ടാം കാലത്തിലേക്ക് കയറി. ഈ രണ്ടാം കാലത്തിലേക്ക് കയറി രാവണൻ ഇനി തപസ് ചെയ്യാൻ പോവുക തന്നെ. എവിടെയാണ് തപസ് ചെയ്യേണ്ടത്? ഗോകർണത്ത് തന്നെ. ഗോകർണത്ത് പോയി തപസ് ചെയ്യുക തന്നെ. എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത്? പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുക തന്നെ. ഇനി തൻ്റെ സഹോദരങ്ങളുടെ മനസ്സുകൂടി അറിയുക തന്നെ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് കുംഭകർണനും വിഭീഷണനും എത്തിയതായിട്ട് കരുതി അവിടെ, അപ്പോൾ വേഷം അവിടെ എത്തുന്നില്ല കരുതി രണ്ടുപേരെയും അനുഗ്രഹിച്ച്, അല്ലയോ സഹോദരന്മാരെ, ഞാൻ തപസ് ചെയ്യുവാൻ വേണ്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാൻ വേണ്ടി ഗോകർണത്തിലേക്ക് പോകുന്നു, നിങ്ങളും എൻ്റെ ഒപ്പം വരികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും അനുകൂലമായി പ്രതികരിച്ചതായിട്ട് മനസ്സിലാക്കി അതിൽ ഒരാളെ വിഭീഷണനെ പിടിച്ച് വലതുവശത്തേക്ക് മാറ്റി നിർത്തുന്നതായി അഭിനയിച്ച് ഇടതുവശത്ത് നിൽക്കുന്ന കുംഭകർണനോട്, നീ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദേവന്മാരെ നശിപ്പിക്കുവാനുള്ള വരം നേടിയാലും എന്ന് പറയുന്നു. അത് കേട്ടതായിട്ട് കുംഭകർണൻ കേട്ടതായിട്ട് അഭിനയിച്ചുകൊണ്ട് വലതുവശത്ത് നിൽക്കുന്ന വിഭീഷണനോടും നീയും അപ്രകാരം തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും യാത്രയാക്കി രാവണൻ തപസ് ചെയ്യാൻ വേണ്ടി ഗോകർണത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതായി കാണിച്ച് വീണ്ടും ഒരിക്കൽ കൂടി പുറകിലേക്ക് പോയി തിരിഞ്ഞ് മുമ്പിലേക്ക് ഓടിക്കയറി വരുമ്പോൾ കാലം വീണ്ടും ഒരു തവണ കൂടി കയറി ത്രിപുട മൂന്നാം കാലത്തിലേക്ക് കയറുകയാണ്. ആ മൂന്നാം കാലത്തിൽ നിന്നുകൊണ്ടാണ് തപസ്സിനുള്ള ഒരുക്കങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഗോകർണത്തിലെത്തിക്കഴിഞ്ഞു, ഇനി ഇവിടെ ഹോമകുണ്ഡം ഒരുക്കുക തന്നെ എന്ന് കാണിച്ച് അവിടെ ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി ഒരു തപസ് ചെയ്യാനുള്ള സ്ഥലമുണ്ടാക്കി അതിൻ്റെ 4 വശത്തും 4 മൂലകളിലും 4 ഹോമകുണ്ഡങ്ങളും കൂടി ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ച് അവിടെ മേലേരി അടുക്കി വെച്ച് ഹോമകുണ്ഡം ഉണ്ടാക്കിയതിന് ശേഷം ഇനി സ്നാനം ചെയ്യുക തന്നെ എന്ന് പറഞ്ഞ് അല്പം ഇങ്ങോട്ട് മാറി നിന്ന് സ്നാനം ചെയ്ത് ഭസ്മമൊക്കെ പുരട്ടി
അതിൻ്റെ നടുക്കേക്ക് വീണ്ടും വന്ന് നിന്നുകൊണ്ട് ഇനി തപസ് തുടങ്ങാം എന്ന് പറഞ്ഞ് വലതുഭാഗത്തെ മുമ്പിലുള്ള ഹോമകുണ്ഡമാണ് ആദ്യം കത്തിക്കുന്നത്. അത് അരണി കടഞ്ഞ് അത് തീ കത്തിച്ച് ഇങ്ങനെ 4 വശത്തും തീ കത്തിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് നോക്കി. ഇപ്പം 4 ആയുള്ളൂ, പഞ്ചാഗ്നിയിൽ 4 എണ്ണമേ ആയിട്ടുള്ളൂ. മുകളിലേക്ക് നോക്കി ആദിത്യനെ കണ്ട്, സൂര്യനെ കണ്ട്, അല്ലയോ സൂര്യ, ഞാൻ ഈ തപസ് തീർക്കുന്നത് വരെ നീ അനങ്ങാതെ, ഒട്ടും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് അടിച്ച് ഇരുത്തി തപസ് തുടങ്ങും. തപസ് അപ്പോഴേക്കും ഈ അടിച്ച് ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് മേളം കുറഞ്ഞ് പിന്നെ നിശബ്ദമായി. ഇതിൽ മേളം ഭയങ്കര മുറുകി നിൽക്കുന്ന മേളമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ മേളം കുറയുകയും നിശബ്ദമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭംഗി കൂടി ഈ ഉത്ഭവത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് രാവണൻ തപസ് ആരംഭിക്കുന്നു. അപ്പോൾ പീഠത്തിലിരുന്നു കൊണ്ട് ഈ തപസ്സിൻ്റെ മുദ്ര പിടിച്ച് തപസ് ആരംഭിക്കുന്നു. അങ്ങനെ ഒരു 2-3 താളവട്ടം ആ തപസ് ചെയ്യുന്നതായി കാണിച്ചു കഴിയുമ്പോൾ തപസ് ഇളകിയതായിട്ട് മേളത്തിൽ കേട്ടിച്ച് രാവണൻ, അപ്പോഴേക്കും 10,000 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് സങ്കല്പം. രാവണൻ കണ്ണ് തുറന്ന്, അപ്പോഴും ദൃഷ്ടി അവിടെയാണ്, സൂര്യനിലാണ്. താഴേക്ക് നോക്കി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് കാണിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് വഴിയുണ്ട്. തൻ്റെ 10 തലകളിൽ ഒരു തല വെട്ടി ഹോമിക്കുക തന്നെ എന്ന് കാണിച്ച് ഇടതുവശത്ത് വാള് ഊരി. അപ്പോൾ ആ വാളിങ്ങനെ ഊരി ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് ആകാശത്ത് ആരൊക്കെയോ നിൽക്കുന്നതായി കണ്ട് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ ദേവന്മാരെല്ലാം രാവണൻ്റെ ഈ തപസ് കാണാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വാളിലേക്ക് നോക്കിയിട്ട് പറയും, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ ഈ വാള് കണ്ട് ഇതൊന്നും കണ്ട് സന്തോഷിക്കേണ്ട. ഒട്ടും ഈ വാള് ഞാൻ ഒട്ടും ഇളക്കുകയില്ല എന്നല്ല, തൻ്റെ മനസ്സിൻ്റെ ഉറപ്പ് ആണ് അവിടെ രാവണൻ പ്രകടമാക്കുന്നത്. എൻ്റെ മനസ്സ് ഒട്ടും ഇളകുകയില്ല, ഞാൻ തീർച്ചയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇടതുവശത്തെ 10 തലകളും നോക്കി ഇടതുവശത്ത് അങ്ങേയറ്റമുള്ള തല കൈകൊണ്ട് പിടിച്ച് വെട്ടിയെടുത്ത് തലമുടി പറിച്ചു കളഞ്ഞ് വലതുവശത്ത് മുമ്പിലേക്കുള്ള ഹോമകുണ്ഡത്തിലേക്കിട്ട് അത് 3 തവണ പൊട്ടുന്നതായിട്ട് കാണിച്ച് മറ്റ് എല്ലാ ഹോമകുണ്ഡങ്ങളിലും അഗ്നി വീണ്ടും ജ്വലിപ്പിച്ച് രാവണൻ വീണ്ടും തപസ് തുടങ്ങി. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യത്തെ തവണ ഈ അഗ്നി ജ്വലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഹോമവും പൂജയും, നെയ്യ് 3 തവണ, അത് കഴിഞ്ഞ് പൂവ് 3 തവണ, ഇങ്ങനെ 4 ഹോമകുണ്ഡത്തിലും ഇടുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും തപസ് തുടങ്ങുന്നു. അത് 1000 വർഷം നീണ്ടു നിന്നു. ഓരോ തലയും വെട്ടുന്നതിന് മുമ്പ് 1000 വർഷം വെച്ച് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും തപസ് ചെയ്യുന്നു. ആ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു 3 താളവട്ടത്തോളം തപസ് കഴിഞ്ഞ് വീണ്ടും കണ്ണു തുറന്ന് ബ്രഹ്മാവ് ഇനിയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആടി. അതിനുശേഷം ഇതെല്ലാം ത്രിപുട 3-ാം കാലത്തിലാണ് നടക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ബാക്കിയുള്ള 9 തലകളിൽ 1 മാത്രം നിലനിർത്തി ബാക്കി 8ഉം വെട്ടി ഹോമിക്കുക തന്നെ എന്ന് പറയുന്നു. പിന്നെ ഓരോന്നോരോന്നായിട്ട് വെട്ടുക തപസ് അങ്ങനെയല്ല. ഈ 8 എണ്ണവും കൂടി ബാക്കി 8 എണ്ണവും വെട്ടി ഓരോ ഹോമകുണ്ഡത്തിലേക്ക് ഇടുന്നതും അവസാനം ഇതെല്ലാം ഈ 4 ഹോമകുണ്ഡത്തിലും തല പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണിച്ച് ഇനി ഒരു തല മാത്രം ബാക്കി, ആ ഒരു തല മാത്രം ബാക്കി വെച്ചുകൊണ്ട് വീണ്ടും തപസ് ആരംഭിക്കുന്നു. അങ്ങനെ തപസ് ആരംഭിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും തപസ്സിൽ നിന്ന് ഉണർന്ന് അവിടെ എല്ലാം നോക്കി ബ്രഹ്മാവ് അപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇനി ഒരു തല മാത്രമാണ് ബാക്കി. രാവണൻ ആകെ നിരാശയായി. അവസാനം ആലോചിച്ചു, ഇനി എന്താണ് ചെയ്യുക? തൻ്റെ തലകളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു, 9 എണ്ണവും നഷ്ടപ്പെട്ടു, ഇനി ഒരു തലയേ ബാക്കിയുള്ളൂ. എന്താണ് താൻ ചെയ്യുക? ഏതായാലും തപസ് അവസാനിപ്പിച്ച് പോവുക തന്നെ എന്ന് രാവണൻ തീരുമാനിച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആകെ നാണം കെട്ട് കൈ കെട്ടി പുറകിലേക്ക് പോകാൻ തിരിഞ്ഞ് മുമ്പിലേക്ക് കയറി വന്നിട്ട് രാവണൻ, അതിന് മുമ്പൊരു കാര്യം കൂടി പറയാൻ പറ്റുമോ, ഇത് താളത്തിൻ്റെ ഈ
8 തലയും വെട്ടാൻ തീരുമാനിച്ചു കഴിയുമ്പോഴേക്ക് ത്രിപുട 4-ാം കാലത്തിലേക്ക് കയറും. വളരെ സ്പീഡിൽ കാലം വളരെയധികം കയറി. അപ്പോൾ ത്രിപുട 4-ാം കാലത്തിലാണ് ഈ ബാക്കി 8 തലകൾ, അതായത് ആദ്യത്തെ തല വെട്ടുന്ന ഹോമിച്ച് ബ്രഹ്മാവ് വന്നില്ല എന്ന് പറയുന്നത് വരെയാണ് 3-ാം കാലം. അതിനുശേഷം തൻ്റെ 8 തലകളും ഇനി വെട്ടി ഹോമിക്കുക തന്നെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 4-ാം കാലമാണ്. അപ്പോൾ അങ്ങനെ ആ 4-ാം കാലത്തിൽ തിരിച്ചു പോകുവാൻ വേണ്ടി പുറകിലേക്ക് പോകുന്ന രാവണൻ ഇല്ല, അത് തോറ്റു മടങ്ങാൻ രാവണൻ തയ്യാറല്ല. രാവണൻ വീണ്ടും മുമ്പിലേക്ക് ഓടിക്കയറി വരുന്നു. അവിടെ താളം മാറി, താളം ചെമ്പടയിലേക്ക് മാറുന്നു. മുമ്പിലേക്ക് കയറി വന്നിട്ട് ഇടതുവശത്ത് ബ്രഹ്മാവിനെ സങ്കല്പിച്ച് ഇടതുവശത്ത് മുന്നിലേക്ക് നോക്കിയിട്ട്, പണ്ടൊരു രാക്ഷസൻ നിന്നെ തപസ് ചെയ്ത് നീ പ്രത്യക്ഷപ്പെടാതെ അവൻ ജീവൻ വെടിഞ്ഞു എന്നുള്ള ചീത്തപ്പേര് ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാവണൻ 10-ാമത്തെ തലയും വെട്ടുവാൻ വേണ്ടി വരുന്ന സമയത്ത് അങ്ങനെ വെട്ടാൻ കൈ ഓങ്ങുമ്പോൾ ആരോ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ അതൊന്ന് വിടുവിക്കാനൊക്കെ നോക്കി. എന്നിട്ട് രാവണൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് മാറി വലതുവശത്തേക്ക് നിന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കാണിച്ച് ബ്രഹ്മാവായിട്ട് അരുത് അരുത് അരുത്, നീ സാഹസമൊന്നും കാണിക്കരുത്, ഇതാ വരങ്ങൾ ഞാൻ തരാം എന്ന് പറയുന്നു. വീണ്ടും രാവണനായി മാറി നിന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുവോ, എന്താണ് ഇത്ര താമസം എന്നുള്ള ഭാവത്തിൽ രാവണൻ ആ വരങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചു മേടിക്കുന്നു. അവിടെ കാലം മാറി അടന്ത വട്ടത്തിലേക്ക് താളം മാറുന്നു. അപ്പോൾ ഈ ഓരോ വരങ്ങൾ അപ്പോഴേക്കും 8 ബാക്കി തലകളെല്ലാം പൂർവ്വസ്ഥിതിയിലായി. അതിനുശേഷം ഓരോ വരങ്ങളായിട്ട് ത്രൈലോക്യം ജയിക്കാനുള്ള വരം, സർവൈശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള വരം, അങ്ങനെ വരങ്ങളെല്ലാം മേടിച്ചു. അത് വരങ്ങൾ മേടിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വെറുതെ മേടിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ വരവും മേടിക്കുമ്പോഴത്തേക്ക് രാവണൻ്റെ അഹങ്കാരം ഇങ്ങനെ കൂടി ഒന്ന് വെക്ക എന്നുള്ള ഒരു രീതിയിലേക്ക് അവസാനം എത്തുകയാണ് ചെയ്യുന്നത്. ആ അഹങ്കാരം ഇങ്ങനെ കൂടി അപ്പോൾ വരം ഇങ്ങനെ ചെന്ന് മേടിച്ച് ആ വരവും കൊണ്ട് വന്ന് അതിങ്ങനെ ഞെളിഞ്ഞ് വരവും പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നതായിട്ടൊക്കെയുള്ള അവതരണം അവിടെയുണ്ട്. അത് അടന്തവട്ടത്തിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാം ആയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനോട് പൊയ്ക്കൊള്ളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആലോചിച്ചിട്ട് നിൽക്ക്, ഒരു വരം കൂടി ചോദിക്കുവാനുണ്ട്. മനുഷ്യരല്ലാതെ ആരും എന്നെ വധിക്കരുത് എന്നൊരു വരം കൂടി വേണം. ആ വരം മേടിക്കുന്നത് തന്നെ താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ടിങ്ങനെ എത്തി ആ വരം ഇങ്ങനെ മേടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങോട്ടേക്ക് പോയിട്ട് പോലുമല്ല. അപ്പോഴേക്കും രാവണൻ അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ എത്തി. അവിടെ നിന്ന് ആ വരവും മേടിച്ച് ഇനി എന്താണ് ഇവിടെ നിൽക്കുന്നത്, നീ പൊയ്ക്കോളൂ എന്ന് ബ്രഹ്മാവിനെ ഏതാണ്ട് ആട്ടിപ്പായിക്കുന്ന രീതിയിൽ പറഞ്ഞ് ബ്രഹ്മാവ് മറയുന്നത് കാണിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഇനി എല്ലാ വരങ്ങളും ഞാൻ നേടി, ഞാൻ അതിപ്രതാപവാനായി കഴിഞ്ഞു, ലോകേശാത്ത വരപ്രതാപ ബലവാനായി കഴിഞ്ഞ രാവണൻ, അങ്ങനെ ഞാൻ ഈ വരങ്ങളെല്ലാം ബ്രഹ്മാവിൽ നിന്ന് നേടി എന്ന് വീണ്ടും കഥയിലേക്ക് തിരിച്ച് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ അവിടെ വരങ്ങളെല്ലാം നേടി എന്ന് പറഞ്ഞു തുടങ്ങി, അത് എന്തുകൊണ്ട്, എങ്ങനെ ഞാൻ നേടി എന്നുള്ള കഥ മുഴുവൻ പറഞ്ഞു തിരിച്ച് അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് ഞാൻ, അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ഞാൻ യാചിച്ച് മേടിച്ചതല്ല, ഞാൻ വെക്ക എന്ന് പറഞ്ഞ് മേടിച്ചതാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് എങ്ങനെയെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ വെക്ക എന്ന് പറഞ്ഞ് വെക്ക എന്ന് കാണിക്കുന്ന രീതിയിൽ അത് അവസാനത്തെ വരവും മേടിച്ച് പ്രതാപവാനായി നിന്നിട്ട് ഇനി സഹോദരങ്ങൾക്ക് കിട്ടിയ വരങ്ങൾ അവരോട് ചോദിക്കുക തന്നെ എന്ന് ആടിക്കഴിയുമ്പോൾ വിഭീഷണനും കുംഭകർണനും വരുന്നു. അവരോട് ഗംഭീര വിക്രമ എന്ന് പറയുന്ന അടന്തയിലുള്ള പദം ഗംഭീരമായ പദമാണ്, നല്ല ചൊല്ലിയാട്ടമാണ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കലാശങ്ങളും വട്ടമച്ച കലാശങ്ങളും ഒക്കെ ആയിട്ട്. എന്നാൽ അവരും ഏത് വരം കിട്ടി, അവരോട് നിങ്ങൾക്കെന്ത് വരമാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ കുംഭകർണൻ പറയുന്നു, ഞാൻ നിർദ്ദയവത്വം ആണ് ആഗ്രഹിച്ചതെങ്കിലും നിദ്രാവത്വമാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നു.
അതിനുശേഷം വിഭീഷണൻ പറയുന്നു, ഞാൻ ഭഗവാൻ ശ്രീനാരായണനുള്ള അചഞ്ചലമായ ഭക്തിയാണ് ഞാൻ ആഗ്രഹിച്ചത്. അവിടെ സംശയമൊന്നുമില്ല, ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി എന്ന് പറയുന്നു. ഛേ സോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുലമഹിമ പോലും മറന്ന് നിങ്ങൾ ഇതെന്താണ് മേടിച്ചത്? എന്തെങ്കിലും ആകട്ടെ, ഇനി ഞാൻ മതി, ലോകം ജയിക്കാൻ പോരുമേകൻ ഞാൻ, ഈ ലോകം ജയിക്കാൻ ഞാൻ ഒരാൾ മതി, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും, ഒരാളോട് നിനക്ക് ഞാനിതാ പോയി ഉറങ്ങാനൊരു ഗ്രഹം നിർമ്മിച്ച് തരാം, നീ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് പിടിച്ച് പുറത്തേക്ക് തള്ളി. വിഭീഷണനോട് നിനക്ക് പ്രാർത്ഥിക്കാൻ ഞാനൊരു സ്ഥലം തരാം, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി, ഞാൻ മതി, ഞാൻ എല്ലാം നേടാൻ ഞാൻ മതി എന്ന് കാണിച്ച് ഒരു വലിയ നാലാരട്ടി എടുത്ത് രാവണൻ അവിടെ ഉത്ഭവം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഉത്ഭവത്തിൻ്റെ തപസാട്ടത്തിൻ്റെ ഒരു രീതി. ഇതിൻ്റെ ആസ്വദിക്കുമ്പോൾ ഇതിൻ്റെ മേളവും ഇതിൻ്റെ കൊറിയോഗ്രാഫി സ്ട്രക്ചറും അതിൻ്റെ നൃത്ത ഘടകവും ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്പം നീണ്ടുപോയി, ഇത് വേറെ വഴിയില്ല. എന്നാലും ഈ പറയുന്നതൊന്നുമല്ല, കാണുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി എഫക്റ്റാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ഉത്ഭവം ആസ്വദിക്കുക. നമസ്കാരം.